ചാനൽ ജസ്റ്റ് ഷൈൻ വിത്ത് സോ എല്ലാവരും സേഫ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. വെൽക്കം ടു 2025 ഗൈസ്. എൻ്റെ വർഷത്തെ ആദ്യത്തെ വീഡിയോ എൻ്റെ ഒരു ബിഗ് ന്യൂസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിലെ പുതിയൊരു കാര്യം തന്നെ, ഒരു ഹാപ്പി ന്യൂസ് തന്നെ ഷെയർ ചെയ്യാണ്. അതിലൊരു ഹാപ്പിനെസ്സും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ചെറിയൊരു വിഷമം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നല്ലേ ഹാപ്പി ന്യൂസ് ഗൈസ്? ഞാൻ ഇതിനൊരു അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാം. ഞങ്ങള് പൂനെയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലി ഉണ്ട്. ആ കുഞ്ഞു ഫാമിലിയിൽ എല്ലാവർക്കും അറിയാം നമ്മള് പൂനെയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ പൂനെയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഫൈനലി ഞങ്ങൾ ഈ ഒരു സ്ഥലം വിടാനുള്ള ടൈമായി. അഗേട്ടൻ വന്നിട്ട് I think 8+ years ആയി, സെയിം കമ്പനി. അപ്പോൾ പുള്ളിക്ക് ഒരു നല്ല ജോബ് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. എടാ പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. വരാവുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ആരെങ്കിലും ഷിഫ്റ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇൻഫോർമേറ്റീവായ കുറച്ച് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചെലങ്കയുടെ ശബ്ദം കേൾക്കാം. പെണ്ണ് അലമ്പാക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവള് എന്നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഡാൻസ് ചെയ്യുക. വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റില്ല, ആളാകെ ഒരു കോലത്തിലുള്ളത്. എനിവേ ഗൈസ്, പറഞ്ഞു വന്നത് നമ്മൾ പൂനെ വിടാണ്. അപ്പം പൂനെനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനം തരുന്ന ആദ്യത്തെ സ്ഥലം കോയമ്പത്തൂരായിരുന്നു, ഞാൻ പഠിച്ച സ്ഥലം. കാരണം ഞാൻ എനിക്ക് വീട്ടിൽ ഫ്രീഡം ഉണ്ട്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കാനും യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയത് കോയമ്പത്തൂരായിരുന്നു. അതിനുശേഷം ഞാൻ പോയി താമസിക്കുന്ന ഒരു ബിഗ് സിറ്റി എന്ന് പറയുന്നത് പൂനെയാണ്. എനിക്കങ്ങനെ വിദേശ രാജ്യങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല, ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. അപ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു ഫ്രീഡവും ഒരു ലൈഫും കിട്ടിയത് ഒബ്വിയസ്ലി പൂനെയാണ്. കല്യാണം കഴിഞ്ഞ് ഞാൻ 1 വീക്കിൽ ഇവിടെ വന്നു. എനിക്കിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബോറടിക്കും. അഗേൻ്റെ വീടും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബോറടിക്കും. കാരണം ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഇതാണ് എൻ്റെ വീട്. ഞാൻ എവിടെയും അങ്ങനെ സ്ഥിരമായിട്ട് താമസിച്ചിട്ടില്ല. അപ്പോൾ ഇതിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റില്ലേ, വേറെ ലോകത്ത് എവിടെ പോയി വന്നാലും ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ ഉള്ളൊരു മനസ്സമാധാനം, സുഖവും, നമ്മളായിരിക്കുന്ന ഒരു ഫീലില്ലേ, അതെനിക്ക് ഭയങ്കരമാണ് പൂനെ ഈ സിറ്റി തന്നത്. ഒരുപക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു, നമ്മുടെ ലൈഫ് A to Z സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചു, ഒരു ഫുൾ വീട് മാനേജ് ചെയ്യാൻ പഠിച്ചു. അതിനിടയിൽ ഒരു വാവ ഉണ്ടായി, അതിനെ നോക്കി തുടങ്ങി. ഒരു മദർഹുഡും ഒരു എന്താ പറയുക, എല്ലാം എൻ്റെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് കേട്ടോ. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് പൂനെയാണ്. അതുകൊണ്ട് ഇത് വിടുമ്പോൾ എനിക്കൊരു ഫീൽ ഉണ്ട്. പക്ഷെ ലൈഫിലെ എല്ലാം ഒന്നും പെർമനൻ്റ് അല്ല അല്ലേ. അപ്പം നമ്മൾ അയ്യാണ്ടാലും ഒരു ചേഞ്ച് അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ പുള്ളി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഫൈനലി നമ്മൾ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് ആഗ്രഹിച്ചതുപോലെ നമുക്ക് സ്ഥലം നമ്മൾ മാറാൻ പോവാണ്. ഫ്യൂച്ചർ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളുടെ 2 months-ആയി നമ്മൾ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ വെച്ചിട്ടുള്ളത്. നമ്മളെന്തായാലും പുതിയ സ്ഥലത്ത് നമ്മൾ വീടും കാര്യങ്ങളും എല്ലാം സെറ്റായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം അടിപൊളി ഇയർ ആയിരിക്കട്ടെ. അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാ വർഷത്തെ പോലെ ഈ വർഷം ഉണ്ടാവും, എക്സ്പെക്റ്റ് ചെയ്യുക. എല്ലാം നല്ലത് മാത്രം ലൈഫിൽ സംഭവിക്കണം എന്നില്ല കേട്ടോ. മോശമായ കാര്യങ്ങൾ സംഭവിച്ചാലും ജസ്റ്റ് അതിൽ നിന്ന് എഴുന്നേറ്റ് വരിക, അതിന് നല്ലത് ഉൾക്കൊള്ളാനും, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് മനസ്സിലാക്കി തിരുത്തി അതിനെ ഓവർകം ചെയ്യാനും നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഞാൻ ഒരുപാട് ഹോപ്പ്ഫുള്ളി വെയിറ്റ് ചെയ്യുന്ന ഒരു ഇയറാണ്. എല്ലാം നല്ലത് സംഭവിക്കണമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷേ എനിക്ക് പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. എനിക്കൊരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഈ ഒരു വർഷം. എൻ്റെ ലൈഫിൻ്റെ ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പോകുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ പുതിയൊരു സിറ്റിയിലേക്ക് പോകുന്നത്. പക്ഷെ ഒബ്വിയസ്ലി ഇവിടെ കിട്ടിയ ഒരു ഹാപ്പിനെസ്സും ഫ്രീഡും അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഞങ്ങളുടെ ഒരു ലോകമാണ്. ഏത് നിമിഷം വേണമെങ്കിൽ എവിടെയും പോകാം, ആരോടും പറയേണ്ടതെന്ന് ചോദിക്കും, പറയാൻ വേണ്ട. പക്ഷേ ഇനിയുള്ള സ്ഥലം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ അവിടെ പോയി നിന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ് ഞാനത് നീട്ടി വലിച്ചു. എനിവേ ഗൈസ്, വെൽക്കം ടു 2025. എന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിഷസിൽ എന്നെ ഓർക്കുക. ഈ ചാനലിനെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.